നാട്ടുകൾ വിഷന്റെ ന്യൂസ് എക്സ്പ്ലെയിൻ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. ചെണ്ടുമല്ലിപ്പാടം പൂത്തുലഞ്ഞ സന്തോഷത്തിലാണ് ബിജുമോൻ. കെട്ടിട നിർമ്മാണ ജോലിക്കാരനായി ബിജുമോൻ പരീക്ഷണാടിസ്ഥാനത്തിൽ 30 സെന്റ് സ്ഥലത്താണ് കരിങ്കലത്തണിയിൽ സ്വന്തം ചെണ്ടുമല്ലിപ്പാടം ഉണ്ടാക്കിയത്. ഒരു പ്രത്യേക റിപ്പോർട്ടിലേക്ക്. ഓണവിപണിയെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ബിജുമോൻ ചെണ്ടുമല്ലി കൃഷി ഇറക്കിയത്. കഴിഞ്ഞ തവണ തണ്ണിമത്തൻ കൃഷിയിൽ വിജയം കൈവരിച്ച ശേഷമാണ് ചെണ്ടുമല്ലി കൃഷിയിലും ബിജുമോൻ തൻ്റെ കയ്യൊപ്പ് ചാർത്തിയിരിക്കുന്നത്. പാട്ടത്തിനടുത്ത കരിങ്കലത്തണിയിലെ ആറ്റാശ്ശേരി പാടത്താണ് ഓറഞ്ച്, മഞ്ഞ എന്നീ നിറത്തിലുള്ള ചെണ്ടുമല്ലി കൃഷി ബിജുമോൻ ഇറക്കിയിരിക്കുന്നത്. ഒരു തൈ 4 രൂപ വെച്ച് വാങ്ങി 1000-ഓളം തൈകളാണ് കൃഷി ചെയ്തു വരുന്നത്. കളപ്പറിക്കലും മറ്റും പരിപാലനം എല്ലാം ബിജു ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്യുന്നത്. തൻ്റെ മോഹങ്ങൾ പൂവണിയാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെ അപ്രതീക്ഷിതമായെത്തിയ മഴയും ചെണ്ടുമല്ലി കൃഷിയെ പ്രതിസന്ധിയിലാക്കി. എങ്കിലും മഴയിൽ പൂക്കളിൽ ജലാംശം കൂടിയതോടെ പല ചെണ്ടുമല്ലി ചെടികളും ഒടിഞ്ഞു വീഴാൻ തുടങ്ങി. ഇതിലൽപ്പം ഖേദം തോന്നിയെങ്കിലും പിന്നീട് ഒടിഞ്ഞു കിടക്കുന്ന ചെണ്ടുമല്ലി ചെടികളിൽ ചെറിയ വടിയും കയറും കെട്ടിയാണ് തൻ്റെ മോഹങ്ങൾക്ക് ചിറക് വെപ്പിച്ചത്. ആദ്യമായിട്ടാണ് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നത്. എങ്കിലും കൃഷിഭവൻ അധികൃതരും മറ്റും ബിജുമോനെ അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓണത്തിന് ആവശ്യക്കാർക്ക് പ്രാദേശിക ഭാഗത്തു നിന്ന് തന്നെ പൂക്കൾ എത്തിക്കുക എന്ന ലക്ഷ്യവും ഇതിന് പിന്നിലുണ്ട്. ഇത്തവണത്തെ ഓണവിപണിയിൽ പൂക്കൾ മുഴുവനും വിറ്റഴിക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്നും അടുത്ത വർഷം കൂടുതൽ സ്ഥലത്തേക്ക് കൃഷി വ്യാപിക്കുമെന്നും ബിജുമോൻ പറഞ്ഞു. ഈ ആറ്റാശ്ശേരി പാടശേഖരത്തെ പ്രാവശ്യം ഞാൻ കുറച്ചൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരു ചെണ്ടുമല്ലി കൃഷി ഒരു 1000 തൈയോളം വെച്ചിട്ട് നോക്കിയാണ്. അപ്പോൾ അത് നന്നായിട്ട് പൂവിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ തൈകൾ മേടിച്ചിട്ടുള്ളത് SK ഏജൻസിയിൽ നിന്നാണ്. ഒരു തൈയിന് 4 രൂപ വെച്ചിട്ട് മേടിച്ച് വെച്ചത്. അപ്പോൾ ഞാൻ കൃഷിഭവനിലും പറഞ്ഞിട്ടുണ്ട്, കൃഷിഭവനിൽ എല്ലാ സഹായം ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ പരിപാലനം എന്ന് പറയുന്നത് നമ്മൾ കളപറിക്കുക, പിന്നെ ഒരു വളം ഒരു 20-20 കൊടുത്ത് അത്രേ ഉള്ളൂ. പിന്നെ മഴ കുറവാണ്, അപ്പോൾ അതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ ചെറുതായിട്ടുണ്ട്. അല്ല വേറെ ഇതിന് കാര്യമായിട്ട് കീടങ്ങളെ അറ്റാക്കും കാര്യങ്ങളൊന്നുമില്ല. അപകരമാണോ എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് പറയാൻ ആയിട്ടില്ല. ഞാനിത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തതാണ്. മാർക്കറ്റ് ഞാൻ ആലോചിച്ചിട്ടില്ല. പിന്നെ അത്തം മുതൽ നമ്മൾ ആലോചിക്കാമെന്ന് കരുതിയിട്ടാണ്. എവിടെയെങ്കിലും കടയിലൊക്കെ ചോദിച്ചിട്ടുണ്ട്, അവർ വേണമെങ്കിൽ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. സ്ഥലത്താണ് ഇവിടെ കൃഷി ചെയ്തിട്ടുള്ളത്. ഇതിൽ ഇത് പാട്ടത്തിനെടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ തൈ നട്ട മുതൽ നമ്മൾ കൃഷിയുമായി ബന്ധപ്പെട്ടിട്ട് അവർ എല്ലാ സഹായങ്ങളും ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വിപണി നമ്മൾ പ്രതീക്ഷിച്ചിട്ടുള്ള ഒരു വിപണിക്ക് പ്രതീക്ഷിക്കുന്നു. കൃഷി ലാഭകരമാണെങ്കിൽ അടുത്ത പ്രാവശ്യം നമ്മൾ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കായി നാട്ടുകൾ വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.